ശിവക്ഷേത്രമുണ്ട് ആറാമത്തപ്പൻ്റെ. ആ പേരിന്നാണ് ആളെന്നുള്ള പേരുണ്ടായത്. പോലീസ് ഗാർഡ് ഓഫ് ഓണർ കൊടുക്കുന്ന സ്ഥലം കൂടിയാണ്. ഇനി നമുക്ക് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ചുമന്ന ക്രെയിൻ കാണാം. ആ സ്ഥലം വിട്ടുപോകും. ചുമന്ന ഇങ്ങേറ്റത്തെ ഇപ്പുറത്തെ വശത്തിന് ക്രെയിനൊക്കെ കാണാം. ആകാശം ക്ലിയർ അല്ല എങ്കിലും നമ്മൾ തദ്ദേശീയമായി നിർമ്മിച്ച പുതിയ വിമാനവാഹിനി കപ്പല് INS വിക്രാന്ത് എന്ന് പറഞ്ഞ പുതിയ വിമാനവാഹിനി കപ്പൽ ആ സൈഡിൽ കിടക്കുന്നുണ്ട്. അരികിലായിട്ട് കിടക്കുന്നുണ്ട് അപ്പുറത്തെ സൈഡ്. ആകാശം ക്ലിയർ അല്ലാത്തതുകൊണ്ട് നമുക്ക് ശരിക്കും കാണാൻ പറ്റില്ല. അങ്ങോട്ട് പോകാനായിട്ട് നിരോധനം ഉള്ളതുകൊണ്ട് പോകാനും പാടില്ല. ഇപ്പുറത്തെ സൈഡ് നേവിയുടെ യുദ്ധക്കപ്പലുകൾ കിടക്കുന്നതാണ്. നേവി പടക്കപ്പൽ. ഈ വർഷം തൊട്ട് അത് യുദ്ധസജ്ജമായി INS വിക്രാന്ത്. അത് കഴിഞ്ഞ് അടുത്ത വിമാനവാഹിനി കപ്പലിന്റെ പണി ഇവിടെ തുടങ്ങിയത്. ഇവിടെ പൈപ്പ് ലൈൻ കാണാം. ഹിന്ദി പൈപ്പ് ലൈൻ കാണാം. ഗൾഫ് രാജ്യത്ത് കൊണ്ടുവന്ന് ക്രൂഡ് ഓയിൽ കപ്പലിൽ കൊണ്ടുവരുന്ന ക്രൂഡ് ഓയിൽ ഇവിടെ ഇറക്കുന്നു. കപ്പൽ ഇപ്പൊ പോയിരിക്കുകയാണ്, ഡിസ്ചാർജ് ചെയ്ത് പോയിരിക്കുകയാണ്. ഈ പൈപ്പ് ലൈൻ 25 കിലോമീറ്റർ കൊച്ചിൻ റിഫൈനറിലേക്ക് പോകുന്നു. അവിടുന്ന് ശുദ്ധീകരിച്ച് ഡീസൽ പെട്രോൾ മണ്ണെണ്ണയിട്ട് വേർതിരിച്ചിട്ട് തമിഴ്നാട് കേരളയിലേക്കൊക്കെ സപ്ലൈ ഉണ്ട്. 16 ബിറ്റുമിൻ ടാർ കിട്ടുന്നു. ഇനി നമുക്ക് ഇങ്ങോട്ട് നോക്കാം. ഇവിടെ റൗണ്ട് ടൈപ്പ് പാലം കാണാം. അതാണ് കെട്ടുള്ള പാലം, ഹൗസ് ബോട്ട് മോഡൽ ബ്രിഡ്ജ്. ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ റെയിൻബോ ബ്രിഡ്ജ് കാണാം. മഴവിൽ പാലം സിനിമകളിലൊക്കെ കണ്ടു കാണാം. CD മൂസയ്ക്ക് തൊട്ടുള്ള സിനിമകളിൽ. അതിന്റെ അപ്പുറത്ത് കോണാകൃതിയിൽ വേറെ പാലം, ചീനയുടെ പാലം, ചൈനീസ് ഫിഷിംഗ് നെറ്റ് മോഡൽ ബ്രിഡ്ജ്. സുരേഷ് ഗോപിയുടെ ഞാൻ കോടീശ്വരൻ 3 പാലങ്ങൾ ഉപയോഗിച്ചത്. ആ പാലങ്ങളെ കാണുന്നത് APJ അബ്ദുൽ കലാം പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ആ ഗ്രൗണ്ടിൽ വന്നിറങ്ങി ഈ നടപ്പാക്കി പേര് കൊടുത്തിരിക്കുന്ന APJ അബ്ദുൽ കലാം പാർക്ക് എന്നാണ്. ലാസ്റ്റ് ചിൽഡ്രൻസ് പാർക്ക് സുഭാഷ് ചന്ദ്രബോസ് പാർക്കിലേക്ക്. ഇതാണ് ബോൾഗാട്ടി ഐലൻഡ്, ഇൻക്ലൂഡിംഗ് ഹണിമൂൺ കോട്ടേജസ്. മുമ്പിലുണ്ട് 3000 രൂപ തൊട്ട് മുകളിലേക്ക് വരുന്നതിന്റെ റേറ്റ്സ് ഒക്കെ. AC നോൺ AC ടൈപ്പ് ഒക്കെ ഉണ്ട്. അകത്ത് അപ്പുറത്തെ സൈഡിലൊക്കെ സൗകര്യങ്ങളുണ്ട്, താമസ ഇടങ്ങളുണ്ട്. ഇൻ 1744 1744 ഡച്ചുകാർ വന്ന കൊട്ടാരമാണ്. ഇപ്പൊ KTDC ഹോട്ടലാണ്. വെള്ളി നക്ഷത്ര സിനിമ, മൈ ബോസ്, ഓട്ടോഗ്രാഫ്, തെരി, വീരപാണ്ഡ്യ കഥബൊമ്മൻ, ഇരുമ്പ് കരങ്ങൾ, എന്റെ ബൊമ്മക്കുട്ടി അമ്മൾക്ക്, ഇൻക്ലൂഡിംഗ് ലോട്ട് ഓഫ് കമലഹാസൻ ഫിലിം ഷൂട്ടിംഗ് ഏരിയ. ഇവിടെ വലിയ വലിയ കല്യാണ പരിപാടികൾ, ബർത്ത്ഡേ പാർട്ടി, കമ്പനി പാർട്ടി, ഫിലിം ഷൂട്ടിംഗ്, സീരിയസ് ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ്. പാലം വഴിയുടെ ഉള്ളിലേക്ക് വരാം. എൻട്രൻസ് ഫീസ് 10 rupees, ചായ 150 രൂപ. നിങ്ങൾക്ക് നീന്തി കുടിക്കാനൊക്കെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്, നീന്തലൊക്കെ പഠിക്കാം. ഇതിലെല്ലാവരും നീന്തലൊക്കെ പഠിച്ചിട്ടുള്ളവരാണോ? എനിക്കൊന്ന് ടെസ്റ്റ് ചെയ്യാനുണ്ട്. നീന്തൽ പഠിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് പഠിച്ചില്ല? എത്ര പഠിക്കണം? ഭർത്താക്കന്മാർ നല്ലതല്ല കേട്ടോ. സ്വദേശിക്ക് ഞാനൊരു ദിവസം പറഞ്ഞപ്പോ അവര് പറഞ്ഞു ഭർത്താക്കന്മാർ നല്ലതാണോ ചോദിച്ചാണ്. അവരുടെ ഹൗസ് ബോട്ടുകൾ കാണാൻ 2 ഇവിടുന്ന് 3-4 ഹെലികോപ്റ്റർ സർവീസ് ഉണ്ട്. മുകളിലൊന്നും ഇറങ്ങാൻ പുറകിൽ 3 MA യൂസഫലിയാണ്. അടുത്ത ജില്ലക്കാരനായ MA യൂസഫലിയാണ് ഇതിന്റെ ഓണർ. സ്വന്തം മാതാപിതാക്കളെ നോക്കുന്നവർക്ക് മാത്രമേ ലുലു ഗ്രൂപ്പിൽ ജോലിക്ക് അർഹതയുള്ളൂ കേട്ടോ. അവര് അന്വേഷണം നടത്തിയിട്ട് ജോലി കൊടുക്കുള്ളൂ. കരാറുകൾ എഴുതി ഒപ്പിട്ട് കൊടുക്കേണ്ടി വരും. ഇതില് കോൺഫറൻസ്, ഹൗസ് ബോട്ടിൽ കോൺഫറൻസുകള്, കിച്ചൺ, റൂംസ്, എല്ലാ സൗകര്യങ്ങളുണ്ട്. സോളാർ സിസ്റ്റം കൂടിയുണ്ട്. സിറ്റിംഗ് കപ്പാസിറ്റി 15,000, ബിലോ 15,000. 10,000 ആളുകൾക്ക് താഴെ എഴുതിയിരിക്കാം സിറ്റിംഗ് കപ്പാസിറ്റി. ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിലത്തെ ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടൽ. അപ്പൊ ഇതേമാതിരി 15 ഹോട്ടലാണ് ഉള്ളത്.
റൈറ്റ് സൈഡ് ഗോസ്ലി പിജൻസ്. എറണാകുളം ടു ബോൾഗാട്ടി വല്ലാർപാട് അല്ലെ ലാസ്റ്റ് ടച്ചിങ് ഇൻ വൈപ്പിൻ ഐലാൻഡ്, ചെറായി ബീച്ച്, കുഴുപ്പള്ളി ബീച്ച്, ലൈറ്റ് ഹൗസ്. അതെല്ലാം വൈപ്പിൻ ഐലൻഡിലാണ്. ചെറായി ബീച്ച്, കുഴുപ്പള്ളി ബീച്ച്, വെരി ഗുഡ് ബീച്ച്. ഈ രണ്ട് ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ബ്രിഡ്ജ് അങ്ങനെ കാണാം. അത് അവിടെ മുമ്പിലൊരു ഹാർബർ ഉണ്ട്. അവിടുന്ന് സേലം, ബംഗളൂരു, മുംബൈ ഇന്ത്യയിലെ ഫസ്റ്റ് ആയിരുന്നു. ഇപ്പൊ അത് തേർഡ് ഇലക്ട്രിഫിക്കേഷൻ റെയിൽവേ ബ്രിഡ്ജാണ്. നീളമുള്ള ഇലക്ട്രിഫിക്കേഷൻ റെയിൽവേ ബ്രിഡ്ജാണ്. മൂന്നാമത്തെ നീളം കൂടിയ ഇലക്ട്രിഫിക്കേഷൻ വേളാങ്കണ്ണി മാതിരി ചർച്ചാണ്. വേളാങ്കണ്ണിലേക്ക് ലിഫ്റ്റ് വഴിക്ക് പോകാം. അവിടെ മോടിച്ചെന്ന് കഴിഞ്ഞാൽ എറണാകുളം സിറ്റി കാണാം. മൂന്നാർ മലനിരകളും കാണാം, മലയാറ്റൂർ പണിയും കാണാം. ആകാശം ക്ലിയർ ആണെങ്കിൽ മാത്രം. ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കൊക്കെ പ്രത്യേക അധികാരാവകാശമുള്ള പള്ളിയാണ് ഈ പറഞ്ഞ വല്ലാർപാട് തമ്മയുടെ പള്ളി. ആദ്യം മുറ്റമടിക്കേണ്ട അവകാശം ഹിന്ദു നായർ കുടുംബത്തിൽപ്പെട്ട മീനാക്ഷി അമ്മയുടെ കുടുംബക്കാർക്കാണ്. അവിടെ പെരുന്നാളിന് എണ്ണ കൊടുക്കേണ്ട അവകാശം, എണ്ണ കത്തിക്കാൻ എണ്ണ കൊടുക്കേണ്ട അവകാശം കൊച്ചി രാജാവിന്റെ പ്രധാനമന്ത്രിയായിരുന്ന പാലിയത്തച്ഛന്റെ കുടുംബക്കാർക്കാണ്. ഞങ്ങളുടെ കമ്പനിയുടെ പുതിയൊരു സീ ഗോയിങ് ബോട്ട് നോക്കാം. കണിപ്പൂർ സീ ഗോയിങ് ബോട്ടാണ്. 3 മണിക്കൂർ ട്രിപ്പ് 1500 രൂപ ഒരാൾക്ക്. വലിയ വലിയ പരിപാടികളെ കഴിഞ്ഞ് നടത്താം. എല്ലാവരും 2 സൈഡിലായിട്ട് ഇരിക്കാനായിട്ട് കേട്ടോ. നമ്മുടെ ജലവാഹനമാണ്, ബോട്ടാണ്, ബസ്, കാറ്, ലോറിയല്ല. ശ്രദ്ധിച്ചിരിക്കുക. പോലീസിന്റെയും നേവി, കോസ്റ്റ് ഗാർഡ് പിന്നെ റഡാറിലാണ്, ക്യാമറയിലാണ്. 1000 രൂപ ഫൈനൊക്കെ അടിക്കവര്. ശ്രദ്ധിക്കുക. 2 സൈഡിലായിട്ട് ഇരിക്കാനായിട്ട് ഇരിക്കുക. എന്തായാലും കണ്ടു കഴിഞ്ഞാൽ ഒരു ബസ്സേക്ക് പോകരുത്, ചെരിവ് വരരുത് എന്റെ ബോട്ടിനെ. പ്രത്യേകം ശ്രദ്ധിക്കണം. ഫോറസ്റ്റ് ഏരിയ ഇതാണ്. രാമദുരത്ത് എന്നുള്ള സ്ഥലം സിനിമ ഷൂട്ടിംഗ് ഏരിയ. വനത്തിന്റെ പേര് വിമലവനം. ബിജുവായിട്ടുള്ള സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലം. ഇതിന്റെ അകത്ത് കുറച്ച് ആൾക്കാരുടെ ഉള്ളിലുണ്ട്. മുമ്പ് ഇലക്ഷൻ 8 പേർക്ക് വോട്ടവകാശം ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടി പോളിംഗ് ബൂത്ത്, പോളിംഗ് സ്റ്റേഷൻ കൊടുത്ത ഇടം. PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ടിവിയിലും ന്യൂസ് പേപ്പറിലൊക്കെ ന്യൂസ് വന്നിട്ടുള്ള 8 പേർക്കും പിന്നീട് 12 പേർക്കും. രാമൻ തുരുത്ത്. രാമൻ എന്ന് പറഞ്ഞ കുറയ്ക്കേണ്ട പേരിന്നാണ് രാമൻ തുരുത്ത് ഉണ്ടായത്. പേര് വരാൻ കാരണം നേരത്തെ 36 ഫാമിലി ഉണ്ടായിരുന്നു. ഇപ്പൊ 5 ഫാമിലി 15 പേര് മുന്നില്. കുറയ്ക്കൻ രാമൻ. ആ ദ്വീപിന് രാമന്റെ പേര് കൊടുത്തു. രാമൻ തുരുത്ത്. തുരുത്ത് മീൻസ് വെരി സ്മോൾ ഐലാൻഡ്. അതൊക്കെ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചോളൂ. ഉള്ളിലേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ അവരെ പഴയ വീടുകളൊക്കെ കാണാം. തീ പിടിച്ച് കത്തിയാമർന്നുകൊണ്ട് വീണ്ടും കിടത്തു വരും, മുളച്ചു വരികയാണ്. അതല്ല കണ്ടൽ കാടുകളെ കൂടുതൽ. മനുഷ്യനാൽ നിർമ്മിതിപ്പെട്ട ഐലൻഡ് കോൾഡ് വെല്ലിംഗ്ടൺ ഐലൻഡ്. ക്രിയേച്ചേഴ്സ് നെയിംസ് ആർ റോബർട്ട് ബ്രൂസ്റ്റോ. അപ്പൊ ഐലൻഡ് ഉണ്ടാക്കിയ ആളുടെ പേരാണ് സർ റോബർട്ട് ബ്രൂസ്റ്റോ. അതിന്റെ പേരാണ് വെല്ലിംഗ്ടൺ ഐലൻഡ്. സീപോർട്ട്, എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ
താജ് ഹോട്ടൽസ്, സിമന്റ് പാക്കിംഗ് യൂണിറ്റ്സ്, കേന്ദ്ര വിദ്യാലയം, സദൻ നേവൽ കമാൻഡ്, CIS ബാരക് എല്ലാം അതിന്റെ അകത്തുള്ളത്. കൂടാതെ ലക്ഷദ്വീപിലേക്കുള്ള കപ്പലുകളാണ് കിടക്കുന്ന 17 മണിക്കൂർ ലക്ഷദ്വീപിലേക്കുള്ള യാത്രാ സമയം. വിദേശത്ത് നിന്ന് ടൂറിസ്റ്റ് കപ്പലുകളൊക്കെ വരുന്ന സ്ഥലമാണ് ലക്ഷദ്വീപിലേക്ക്. 17 മണി നേരം അരി കിടക്കാതെ, ഓര് കിടക്കാതെ, ഫ്യൂൽ കിടക്കാതെ എല്ലാം ഇഞ്ചിന്ന് സപ്ലൈ. பெரிய காலேஜில் ஹாஸ்பிட்டல் எல்லாம் ஃபெசிலிட்டிக்கு கொடுத்துருக்கேன். இந்த கப்பல் மெடிக்கல் டீம் இருக்கு, ஹாஸ்பிட்டல் இருக்கு, അതിന് കുഴந்த പറഞ്ഞാലും ഫുൾ ഫ്രീ സർവീസ്. അപ്പൊ ആ കപ്പലിലെ കുട്ടികൾ ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആജീവനാന്ത ഫ്രീ ആയിരിക്കും കേട്ടോ. അതിന് ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. ലക്ഷദ്വീപിലേക്ക് പോകാൻ വീടിനടുത്തുള്ള പോലീസ് സ്റ്റേഷന് NOC വേണം.